ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് പുട്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള പുട്ടായാലോ. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ പേരെന്താണെന്ന് അറിയോ? ചിക്കൻ മസാല പുട്ടെന്നാണ്. അപ്പോൾ ആ ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കാണാനായിട്ടാണെങ്കിൽ നല്ല അടിപൊളി ഭംഗി, അതിലേറെ കഴിക്കാനാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് പോകും മുന്നേ ഞാൻ എൻ്റെ ചാനൽ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും. അപ്പോൾ അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഞാനിടുന്ന വീഡിയോൻ്റെ ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ പുട്ടുണ്ടാക്കുന്നത്, ചിക്കൻ മസാല പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പുട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. ആ തരിയായിട്ടുള്ള പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. അതിവിടെ ഞാൻ ഒരു 2 ഗ്ലാസ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പുട്ടിൻ്റെ പൊടിയൊന്ന് നമുക്ക് നനച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. കുറച്ച് നേരം ഒന്ന് പുട്ടിൻ്റെ പൊടിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കുതിർന്നൊക്കെ വരട്ടെ. പൊടിയൊക്കെ മസാല ഒന്ന് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണക്ക് പകരം നമ്മുടെ RKG ആണ് ഇടണത്. RKGയിലാവുമ്പോൾ ഒരു പുട്ടിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ നെയ്യൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഒരു സവാളേനെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിനകത്തേക്ക് 1 ടീസ്പൂണ് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് സവാള ഒന്ന് വേഗണം കേട്ടോ. ബ്രൗൺ കളറൊന്നും ആകണ്ട, നല്ലോണം ഒന്ന് വഴന്നു വന്നാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഇവിടെ നെയ്യാണ് എടുത്തിരുന്നത്. ആദ്യം ഒന്ന് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെയ്യ് വെച്ചിട്ടുണ്ടാക്കിയപ്പോൾ. ഞാൻ ഇത്തിരി കൂടുതൽ നെയ്യ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഇതൊന്ന് വഴന്നു വരട്ടെ കേട്ടോ. നമ്മുടെ ഈ പുട്ടിനാണെങ്കിൽ കറിയൊന്നും വേണ്ട കേട്ടോ. കറി ഇല്ലാണ്ട് തന്നെ തിന്നാൻ പറ്റും. പപ്പടം മാത്രം മതി ഇനി കൂട്ടാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു പുട്ടാണ് ഇത്. നമ്മുടെ സവാളയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാനിവിടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ക്യാരറ്റും കൂടെ ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിപ്പോൾ വേറുള്ളതിലൊക്കെ ഉപ്പിട്ടിട്ടാണ് ചെയ്യണത്. പൊടിയിൽ ഉപ്പിട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഉപ്പിടാനായിട്ട്. ഉപ്പ് കൂടുതലാകണ്ട. നമ്മുടെ ക്യാരറ്റ് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഇടണത് ഒരു ചിക്കൻ മസാലപ്പൊടിയാണ്. അത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ. 1/4 ടീസ്പൂണ് നമ്മുടെ കുരുമുളക് പൊടി. നമ്മുടെ ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൂത്ത നല്ല മണമാണ് വരുന്നത്. ഇനി ഇതിനകത്തേക്ക് ഞാൻ നേരത്തെ ഒരു കഷ്ണം ചിക്കൻ എടുത്തിട്ട് അതൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ചിക്കൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുക്കട്ടെ കേട്ടോ. ഒന്ന് ചെറിയൊന്ന് ചൂടൊന്ന് മാറട്ടെ. നമ്മുടെ മസാലയൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ
പുട്ടിൻ്റെ പൊടി നനച്ചയിലോട്ട് ഇട്ട് കൊടുക്കുക. മിക്സ് നമ്മൾക്ക് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൈ കൊണ്ടാകുമ്പോൾ മസാലയൊക്കെ ആ പൊടിയിൽ ഇതായി നല്ല കളറ് തന്നെ മാറിയേക്കണണ്ട. കൈ കൊണ്ട് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പുട്ടുപൊടി നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് ഈ മസാലയും പുട്ടുപൊടിയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇതൊന്ന് മൂടി വെക്കാം നമുക്ക്. നമുക്ക് പുട്ട് ചുടാൻ തുടങ്ങാം. നമ്മുടെ പുട്ടിൻ്റെ പൊടിയൊക്കെ നല്ലതുപോലെ ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ്, തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. ചെറിയ ചൂടോടുകൂടിയാണ് ഞാൻ ആ ചിക്കൻ്റെ മിക്സിംഗ് ഒക്കെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുട്ട് ചുട്ടെടുക്കാം. അതിനായി ഞാനിവിടെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ കുറ്റിയിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇച്ചിരി അധികം തേങ്ങ ഇട്ട് കൊടുത്താൽ അധികം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വെള്ളമൊക്കെ തിളക്കണ്ട്. നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ പുട്ടായിക്കൊണ്ടിരിക്കണേന് നമ്മുടെ പുട്ടിന് നല്ലതുപോലെ ആവി വരുന്നുണ്ട്. ഇനി നമുക്ക് പുട്ട് കുത്താട്ടാ. നമ്മുടെ ചിക്കൻ മസാല പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ട് കുത്താൻ പോണേനെ. കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണ്. അതനുസരിച്ച് അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. ഇപ്പം എന്താല്ലേ ഭംഗി. കളറ് നോക്കിക്കേ, മഞ്ഞയും ഓറഞ്ചും വൈറ്റും ഒക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പുട്ടാണ് കേട്ടോ അത്. നമ്മുടെ ചിക്കൻ മസാല പുട്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അത്ര ടേസ്റ്റുമാണ്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.